എത്ര ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധങ്ങളായാലും ഇറങ്ങിപ്പോരാനുള്ള ഒരു വാതിൽ എപ്പോഴും നമ്മൾ തുറന്നിട്ടേക്കണം. മനുഷ്യരാണ്, മാറ്റം വരും. ഒരു ഗ്രാമത്തിൽ രണ്ട് ചെറുപ്പക്കാർ, ഇവർ ചെറുപ്പം മുതൽ ഒരുമിച്ച് കളിച്ച് ചിരിച്ചു വളർന്നു വന്നവരാണ്. അവർ വിവാഹപ്രായം എത്തിയപ്പോൾ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് രണ്ട് യുവതികളെ വിവാഹം കഴിച്ച് തൊട്ടടുത്ത വീടുകളിലായി താമസം തുടങ്ങി. ജീവിതവും സന്തോഷവും സമാധാനവും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ ഒരു സന്യാസി ഒരു ദിവസം എത്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഈ ജീവിതത്തിന് ഒരു വേഗത ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങ് ദൂരെയുള്ള ഒരു കാട്ടിൽ പോയി ഒരാഴ്ച നിങ്ങൾ തപസ്സിരിക്കണം. രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നെങ്കിലും വീട്ടിൽ നിന്ന് ഭാര്യമാർ രണ്ടുപേരെ നിർബന്ധിച്ച് അവർ പറഞ്ഞ് മലയിലേക്ക് വിട്ടു. അവരവിടെ ചെന്ന് രണ്ടുപേരും തപസ്സന്വേഷിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ വരം തരാം. ആ ഒരു വരം ആരാദ്യം ചോദിക്കുന്നോ അയാളുടെ സുഹൃത്തിന് അതിന്റെ ഇരട്ടി പ്രതിഫലമായി കിട്ടും. ചോദിക്കാൻ പറഞ്ഞു. ദൈവം ഇങ്ങനെ കാത്തിരിക്കാണ് രണ്ടുപേരും ചോദിക്കുന്നതിന് വേണ്ടി. രണ്ടുപേരുടെയും ഭാഗത്ത് നിന്ന് രണ്ടുമില്ല. കാരണം ഞാൻ എന്തെങ്കിലും ചോദിച്ചു പോയാൽ എൻ്റെ കൂട്ടുകാരൻ അതിൻ്റെ ഇരട്ടി കിട്ടിയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട് രണ്ടുപേരും ചോദിക്കാതെ ഇരിക്കുക. കുറേ നേരം കഴിഞ്ഞപ്പോൾ ദൈവം നിർബന്ധിച്ചു. ഒരാൾ ചോദിച്ചു, എന്നെ ഒരു കണ്ണ് നഷ്ടപ്പെടുത്തി. നമ്മളെക്കാൾ മതിമറന്ന് മറ്റൊരാളെ സ്നേഹിക്കുമ്പോഴും ഓർക്കുക, നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥതകളെല്ലാം തിരിച്ചു കിട്ടണമെന്നില്ല. അതുകൊണ്ട് സങ്കടക്കടലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഏറ്റവും നല്ല സ്നേഹം നമ്മളെ തന്നെ സ്നേഹിക്കുന്നതാണ്.